Hey guys, welcome back to my channel. So നമ്മൾ ഇന്ന് ഡാറ്റ്സണായിട്ടാണ് ഉള്ളത്. ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. സോ അതെന്റെ ഒരു ഡ്രീം ബിൽഡാണ്. ശരിക്കും എന്താ പറയാ, ഒരു ഡാറ്റ്സൺ ഗോയുടെ, അതായത് എന്റെ ഈ ഡാറ്റ്സന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്ന് മുതൽ. യൂഷ്വലി 6 വയസ്സാകുമ്പോഴത്തേക്കും നമ്മള് പിള്ളേരെ സ്കൂളിൽ 1ാം ക്ലാസ്സിലൊക്കെ കൊണ്ട് ചേർക്കുന്നതൊക്കെയാണ്. അതേപോലെ 6 വർഷം തികഞ്ഞതിന്റെ ഇതുപോലെ ഫസ്റ്റ് സ്റ്റേജ് മോഡിഫിക്കേഷൻ ഇന്ന് മുതൽ തുടങ്ങുവാണ്. അതായത് നമ്മളൊന്ന് ഫുൾ സർവീസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എക്സോസ്റ്റ് ഇന്ന് വയ്ക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ജസ്റ്റ് ഒരു ഫുൾ സിസ്റ്റം അല്ല, ജസ്റ്റ് ഒരു ഇലക്ട്രോണിക് ടൈപ്പ് കട്ട്ഔട്ട് എക്സോസ്റ്റ് വയ്ക്കുവാണ്. മഫ്ലർ സെക്ഷന് മുമ്പായിട്ടൊരു കട്ട്ഔട്ട്, ഒരു വാൽവുള്ള ടൈപ്പ്. സോ നമ്മൾ അതിനു വേണ്ടിയാണ് ഇന്ന് പോണത്. നമ്മളിന്ന് നമ്മുടെ സഞ്ജയ്, നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ മിനിലിയം പാലയുടെ ഒരു ട്രാവൽ വ്ലോഗിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അതിന്റെ അകത്തുണ്ടായിരുന്നതാണ് സഞ്ജയ് എന്നുള്ളത്. അപ്പൊ അവന്റെ കെയർ ഓഫിൽ നമ്മുടെ ഒരു ഷോപ്പ് ഉണ്ട്. നമ്മൾ അപ്പൊ അങ്ങോട്ടാണ് പോണത്. ഇപ്പൊ നല്ല മഴക്കാറുണ്ട്. ഇന്ന് തന്നെ എല്ലാം ചെയ്ത് നടക്കുമെന്ന് അറിയില്ല. ചിലപ്പോ നമ്മൾ വണ്ടി ഇന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് നാളെ ഡെലിവറി ചെയ്യുമായിരിക്കും. സോ മാക്സിമം ഞാൻ ഫിലിം ചെയ്യാൻ നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് മോഡ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇനിയുള്ളത് അലോയ് വീൽസ് ഉണ്ട്. ഞാൻ ഒരു റെൻഡർ ഫോട്ടോ ഇവിടെ കാണിക്കാം. ഞാൻ എന്റെ ഒരു കോളേജ് ടൈമില് ഞാൻ എഡിറ്റ് ചെയ്തൊരു ഫോട്ടോയാണ്. ഏകദേശം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് നമ്മുടെ ബിൽഡ് എന്ന് പറയുന്ന ആ ഒരു ഫോട്ടോ ആയിട്ട് ബന്ധപ്പെട്ട് കോസ്മെറ്റിക്കലായിട്ട്, അതായത് അലോയ് വീൽസ്, പിന്നെ നമ്മുടെ ലോവറിംഗ് സ്പ്രിങ്സ്, എക്സോസ്റ്റ്, പിന്നെ വിൻഡോ ടിന്റ്, ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള സ്റ്റേജ് ഞാനിപ്പോ ഒരിക്കലും റിവീൽ ചെയ്യില്ല, കാരണം അത് നിങ്ങൾ കണ്ടേ ഇതാ പറ്റുള്ളൂ. നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടി കുറെ പ്ലാൻസ് വെച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ നടത്തും. സോ നമുക്ക് അവിടെ ചെന്ന് കാണാം. വണ്ടി ഓടിച്ചോണ്ട് ഷൂട്ട് ചെയ്യുന്ന അത്ര വലിയ സുഖമല്ല. സോ ഗായ്സ്, നിങ്ങൾക്ക് വേറൊരു സൗണ്ട് ഇപ്പൊ കേൾക്കായിരിക്കും. അത് നമ്മുടെ ശരിക്കും മഫ്ലറിൽ ചെറിയൊരു ഹോൾ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഒരു ഡ്രൗണിങ് നോയിസ് ശരിക്കും നമുക്ക് വണ്ടി ഒരു 40 to 70-75 കിലോമീറ്റർ സ്പീഡിൽ ആ ഒരു ഡ്രൗണിങ് നോയിസ് കേൾക്കാം. മഫ്ലറിൽ ലീക്ക് ആണോ അത് വേറെ എന്തെങ്കിലും ആണോ എന്നും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. സോ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എക്സോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണത്. ഇത് ശരിക്കും ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ എക്സോസ്റ്റ് വാൽവ് മാത്രമായിട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുറച്ചുകൂടെ വണ്ടി ഫുൾ എക്സോസ്റ്റ് വെക്കാനുള്ള ഒരു ലുക്കിലേക്ക് ആക്കി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഫുൾ എക്സോസ്റ്റ് എന്തായാലും വെക്കുന്നതായിരിക്കും. വാൽവട്രോണിക് തന്നെ ഏതെങ്കിലും റീമെൻസിന്റെ കോബ്രയോ അങ്ങനെ ഏതെങ്കിലും നല്ലത് നോക്കി വാൽവട്രോണിക് ഫുൾ എക്സോസ്റ്റ് ഞാൻ വയ്ക്കുന്നതായിരിക്കും. അത് നമ്മളൊരു സെക്കൻഡ് ഫേസിലൊക്കെ ആയിരിക്കും അതൊക്കെ ചെയ്യുന്നത്. അതായത് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആ ഒരു രീതിയിലായിരിക്കും ഞാൻ ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിനി ഷോപ്പിൽ കാണാം. സോ ഗൈസ്, സോറി ടു ഇന്ററപ്റ്റ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മള് വണ്ടി കൊടുക്കാൻ പോയ ദിവസം നമുക്ക് വർക്ക്ഷോപ്പിൽ കൂടുതൽ ഓവർ വണ്ടികളൊക്കെ കിടന്നുകൊണ്ട് നമ്മളന്ന് കൊടുത്തില്ല. എന്റെ പിറ്റേ ദിവസം ഞാൻ ഡയറക്റ്റ് കൊണ്ട് കൊടുക്കുകയായിരുന്നു. അപ്പൊ ഷൂട്ട് ചെയ്ത് ക്യാമറയൊന്നും എടുത്തില്ല, മൊബൈലിലാണെങ്കിലും ഷൂട്ടൊന്നും ചെയ്തില്ല. നമ്മള് ജസ്റ്റ് വണ്ടി അങ്ങ് കൊടുത്ത് പോരുമായിരുന്നു. അത് ഭയങ്കര തിരക്കായിരുന്നു അവിടെ. സോ അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി കൊടുത്തു. പിന്നെ പിറ്റേ ദിവസം എനിക്കൊരു വീഡിയോ അയച്ചു തരുവാണ്. ജസ്റ്റ് വണ്ടിയുടെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെറിയൊരു വീഡിയോ പോർഷൻ അയച്ചു തരുവാണ്. അതാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അവിടുന്ന് വണ്ടി പണി കഴിഞ്ഞ് ഇറക്കിയ ഒരു സീനും കൂടെ കാണിക്കാം. അത് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, കാരണം ആക്ഷൻ ക്യാമറയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്തോ ക്വാളിറ്റി ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കിടപ്പുണ്ട്. ക്വാളിറ്റി കുറഞ്ഞ് അറിയാതെ ഇട്ട് പോയതാണോ എന്ന് എനിക്കറിയില്ല. 4K എന്നുള്ള 1080p എങ്ങാനും അറിയാതെ ആയിപ്പോയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കണം കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് തോന്നിക്കുന്നുണ്ട്. അതായത് നമ്മള് രണ്ട് ഫോണിന്റെ വീഡിയോയും അതിന്റെ ക്യാമറയിലെടുത്ത വീഡിയോ തമ്മിൽ രണ്ടും ക്വാളിറ്റിയിൽ ഒരു ഇഷ്യൂസ് തോന്നിക്കുന്നുണ്ട്. സോ സോറി ഫോർ ദാറ്റ്. ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ള DA കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഏറ്റുമാനൂരുള്ളൊരു കടയാണ്, ഷോപ്പാണ്. നമ്മളിവിടെ വെച്ചാണ് എക്സോസ്റ്റ് വയ്ക്കുന്നത്. സോ ഒരു വാൽവ് ഓഫ് ആക്കിയിട്ടുള്ളൊരു സൗണ്ടാണ്. സോ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ആയിട്ട് വാൽവ് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ പോവാണ്. നമുക്ക് നോക്കാം അങ്ങനെയുണ്ടെന്ന്.
നമുക്കിതിനകത്തിരുന്ന് അത്ര ഇത് അറിയത്തുള്ളൂ അല്ലേ? പുറത്തുള്ള ആൾക്കാർ നോക്കുന്നില്ല. മിനി കൂപ്പർ ചെറിയൊരു ഒച്ചയാണ് മറ്റേ ഇത് പോകുമ്പോഴേ. ഹലോ ഗൈസ്, സോ നമ്മള് വണ്ടി ഇതിന് സർവീസിന് കൊണ്ടുപോയ സമയത്ത് നമ്മളൊരു ചെറിയ പോർഷൻ എടുത്തായിരുന്നു. അതായത് വണ്ടി നമ്മുടെ 6 വർഷം തികഞ്ഞപ്പോൾ, സാധാരണ നമ്മൾ 6 വയസ്സാകുമ്പോൾ സ്കൂളിലൊക്കെ ചേർക്കുന്ന പോലെ 6 വയസ്സായപ്പോൾ നമ്മൾ ഓരോ മോഡിഫിക്കേഷൻ ചെയ്യുന്നുള്ള പരിപാടിയിലായിരുന്നു. സോ നമുക്ക് ശരിക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടുള്ള വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെ വണ്ടി ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് അന്നത്തെ ദിവസം പണിയൊന്നും നടന്നില്ല. ഭയങ്കര ഇത്തിരി തിരക്കുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിക്കപ്പ് ചെയ്തത്. എൻ്റെ കുറച്ച് ജോലി തിരക്ക് കാരണം ഒന്നും വണ്ടിയൊന്നും പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം ഒരു ക്വയറ്റ് ലൊക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്ത് കാണിക്കുക. എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ അതിന് ചെയ്യാൻ പോകുന്നത്, എന്താണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ചെയ്തത്, ഐ മീൻ എക്സോസ്റ്റ് ചെയ്തതിൻ്റെ എങ്ങനെയാണ്, വാൽവ് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ വണ്ടി. ഞാനിപ്പോൾ നമ്മുടെ ആക്ഷൻ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ കളർ ഡിഫറൻസ് ഒക്കെ തോന്നിക്കും, സോറി ഫോർ ദാറ്റ്. സോ നമ്മൾ വണ്ടി കണ്ടല്ലോ, ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ചളുക്കും കുറച്ച് പെയിൻറ്റിങ് ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടിക്ക് കുറച്ചൊക്കെ ഉണ്ട്. ആണ് ഫ്രണ്ടിലൊരു ചളുക്കിൻ്റെ ഒരു ഇതും, പിന്നെ ഉള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു ഒരഞ്ഞൊരു സംഭവങ്ങളൊക്കെ, അതായത് നമ്മുടെ 2018 വെള്ളപ്പൊക്കം സമയത്തിനിടയ്ക്ക് പറ്റിയതാണ്. നമുക്ക് ഇതുവരെയായിട്ടും അതിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ചെറിയൊരു സ്ക്രാച്ച് ഇതിവിടെയുണ്ട്. പിന്നെ പറയാം ഫ്രണ്ടിൽ അതേപോലെ തന്നെ ഒരു കോർണറിലും കൂടെ ഒരു സംഭവമുണ്ട്. നമ്മൾ ഇതും കൂടെ അടുത്ത ഒരു സെഗ്മെൻറ്റിലായിട്ട് നമ്മളതിൻ്റെ വീഡിയോ, പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഒക്കെ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ വണ്ടിയിലിപ്പോൾ ഇനി വാൽവ് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് എന്തൊക്കെയാണ് വണ്ടിയിൽ ചേഞ്ച് ചെയ്യാൻ ഇനി പോകുന്നതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ കണ്ടല്ലോ ഈ ഇത്രയും ഹൈറ്റുള്ളൊരു 170 സംതിങ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഈ വണ്ടിക്ക് ഇവന്മാർ വെറും 13 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസാണ് കൊടുത്തേക്കുന്നത്. അത് തന്നെ ഈ വണ്ടിയുടെ ഒരു ഹാൻഡ്ലിങ് ഇഷ്യൂസും പിന്നെ ആവശ്യമില്ലാത്ത കട്ടറിൽ ചാടുമ്പോൾ ഉള്ള ഭയങ്കരമായിട്ടുള്ള ഒരു അടിപ്പും സംഭവങ്ങളൊക്കെ അത് തന്നെ കാണിക്കുന്നുണ്ട്. ആ ഒരു ടയറിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. സോ നമ്മൾ ഒരു BBS ഗോൾഡ് ടൈപ്പ്, ഒരു ഡുവൽ ടോൺ ടൈപ്പ് ലിപ്പുള്ള ടൈപ്പ് ഒരു ടയർ നോക്കുന്നുണ്ട്, അലോയ് നോക്കുന്നുണ്ട്, അലോയും വീലും കൂടെ. സോ നമ്മൾ അത് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു ഫുള്ളി ഗോൾഡൻ ടൈപ്പ്, ഞാനൊരു ഫോട്ടോ കാണിക്കാം. ആ ഒരു അത് HREയുടെ വീൽസാണ്. HREയുടെ വീൽസ് അല്ല, ഒരു സിമിലർ ലുക്ക് തരുന്ന ഒരു വീൽസും നമ്മൾ നോക്കുന്നുണ്ട്. സോ അതാണ് ഇപ്പം നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഇനി ഈ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അലോയ് വീൽസും ഫുൾ റീപെയിൻറ്റ് ചെയ്യണോ അതോ ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് പാനൽസ് ശരിയാക്കി പെയിൻറ്റ് ചെയ്യണോ എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. പിന്നെ കുറച്ച് നമ്മൾ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്തായിരുന്നു. വൺ ഓഫ് ദ മെയിൻ തിങ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഓയിൽ ചേഞ്ചിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഫാക്ടറി സർവീസ് ആയിരുന്നു എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഞാൻ സ്ഥലം പറയുന്നില്ല, നിസാൻ്റെ സർവീസ് സെൻറ്ററിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ എക്സോസ്റ്റ് മാറ്റുന്ന കടയിൽ നിന്നാണ് ഓയിൽ ജസ്റ്റ് ഒന്ന് മാറ്റി. അപ്പോൾ അവർ പറഞ്ഞു വണ്ടി മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ടൈപ്പ് ഓയിൽ ഫിൽറ്റർ ആയിരുന്നു. കാരണം ഇതുവരെയായിട്ട് ഊരാത്ത ടൈപ്പ്, അത്രയ്ക്കൊരു ടൈറ്റായിട്ട് ശരിക്കും കണ്ട ഒറിജിനൽ സാധനമാണെന്ന് തന്നെ പറയും. അതേപോലെ ഫസ്റ്റ് വണ്ടി ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലത്തെ ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന്, അതായത് ഊരാൻ പോലും പറ്റാത്ത. അത് നമ്മൾ ഓരോ ടൈമിലും പൈസ കൊടുത്ത് അവർ ഓയിൽ ഫിൽറ്ററിൻ്റെയൊക്കെ പൈസ എഴുതി വയ്ക്കുന്നതൊക്കെ ബില്ലിലുണ്ട്. ഞാൻ എടുത്ത് വീട്ടിൽ ഇരിപ്പുണ്ട്. ബില്ലെടുത്ത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓയിൽ ഫിൽറ്റർ ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കുന്നത്. അതൊന്നും ഇതുവരെയായിട്ട് അവർ മാറ്റിയിട്ടില്ല. ജസ്റ്റ് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. ഞാൻ നിസാൻ്റെ ഷോറൂമിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. സോ ഏത് ഷോറൂമാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പലയിടത്തുമായിട്ട് സർവീസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഒരു വേസ്റ്റ് ആയിട്ടുള്ള അനുഭവമായിപ്പോയി എനിക്ക്. സോ നമ്മൾ ഈ വീഡിയോ ഭയങ്കര ചുരുക്കിയുള്ളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. സൺഡേ സാധാരണ വീഡിയോ ഇടുന്ന പോലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ മൺഡേ ആണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈവനിങ് തന്നെ അപ്ലോഡ് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും. ജസ്റ്റ് എക്സോസ്റ്റിനെ കുറിച്ച് കാണിക്കുക, 2-3 ഫ്ലൈ ബൈസ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ടോപ്പ് ബ്ലാക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ചെയ്യുന്നുണ്ട്, ഫുൾ ടിൻറ്റും ചെയ്യുന്നുണ്ട്. അത് രണ്ടും ഉടനെ ഉണ്ടാവും. പിന്നെ ഞാൻ വണ്ടിയുടെ എന്തൊക്കെ ഇപ്പോൾ ചേഞ്ച് ചെയ്തെന്നുള്ളത് കാണിക്കാം. എക്സോസ്റ്റിൻ്റെ ഞാനൊരു ഫോട്ടോ വേണമെങ്കിൽ കാണിക്കാം. സോ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ നമ്മളിപ്പോൾ വെച്ചേക്കുന്ന വണ്ടി ഇത്തിരി അകത്ത് ഡേർട്ടിയാണ്. സോറി, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്.
സോ ഇതാണ് നമ്മൾ വച്ചിരിക്കുന്ന വാൽവ്. അതായത് നമ്മുടെ ഓൾട്ടോയിലൊക്കെ ഇരിക്കുന്ന ടൈപ്പ് ഹാൻഡ് ബ്രേക്കിൻ്റെ ഇതാണ് നമ്മളെടുത്ത് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒരു വാൽവ് വെച്ചേക്കുന്നു. അവിടുന്ന് കണക്ഷൻ ഉണ്ട് ഡയറക്റ്റായിട്ട് എക്സോസ്റ്റിലേക്ക്. ഞാൻ അടിയിലുള്ളതൊന്നും കാണിക്കുന്നില്ല. അത് ഓരോ എന്താ പറയുക, ഓരോ വർക്ക്ഷോപ്പിലാവുമ്പോൾ അവരുടെ ട്രേഡ് സീക്രട്ട് ആയിരിക്കും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയുന്നില്ല. എങ്ങനെയാണ് ഇതിൻ്റെ വാൽവ് വെച്ച് അതിനെക്കുറിച്ചൊന്നും ഞാൻ സ്കൂളിൽ സംസാരിക്കുന്നില്ല. കാരണം അവരെന്നോട് തന്നെ സംസാരിച്ചു, അധികം അവർ ഇത് വച്ചേക്കുന്നൊന്നും കാണിച്ചു കൊടുക്കരുതെന്ന്. സോ ഞാൻ അതുപോലെ തന്നെ അതൊന്നും കാണിച്ചു കൊടുക്കുന്നില്ല. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്റ്റോക്ക് സൗണ്ടാണ്, സ്റ്റോക്ക് സൗണ്ട്. ഇതേ സമയം ഞാൻ ഇപ്പോൾ നൈസായിട്ട് ഈ വാൽവ് അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൗണ്ട് വ്യത്യാസം കേൾക്കാം. സോ ഇത്തിരി റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് ഞാൻ അധികം റവ് ചെയ്യുന്നില്ല. റവ് ചെയ്ത ചെറിയൊരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. പിന്നെ ഉള്ളത് നമ്മുടെ കസിൻസൊക്കെ അവിടെ നിൽപ്പുണ്ട്. സോ അതാണ് എക്സോസ്റ്റിനെ കുറിച്ചുള്ളത്. ഞാനിപ്പോൾ 2 ഫ്ലൈ ബൈയും കൂടെ കാണിക്കാം. അതും കൂടെ കാണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ അപ്പം തന്നെ എൻഡ് ചെയ്യും. കാരണം നമ്മുടെ ഒരു ടൈറ്റ് ഷെഡ്യൂൾഡാണ് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഉദ്ദേശിച്ച പോലെ ഇപ്പോൾ എക്സോസ്റ്റ് ഞാൻ നമ്മുടെ അലോയ് വീൽസും കൂടെ ചെയ്യാനൊക്കെയുള്ള വിചാരമായിരുന്നു. പക്ഷേ അത് ആ ഒരു ടൈം ലൈൻ ശരിയായില്ല. അലോയ് വീൽസ് ഈ മന്ത് അല്ലെങ്കിൽ അടുത്ത മന്ത് എൻഡിനോടെ നമ്മളെടുക്കും. സോ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഭയങ്കര ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് ഉടനെ വരുന്നുണ്ടാവും. പിന്നെ പുതിയതായിട്ട് ഞാൻ ഒരു സൂപ്പർ കാർസ് അല്ലെങ്കിൽ സൂപ്പർ ബൈക്ക് വീഡിയോസ് ന്യൂസ് എന്ന് പറഞ്ഞ രീതിയിൽ, ഓട്ടോമോട്ടീവ് ന്യൂസ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ദിവസം ആഴ്ചയിൽ ഇടയ്ക്ക് ഒരു ദിവസമായിട്ട് കൂടെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. സോ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ച്. ഇത്രയും നേരം നിങ്ങൾ സ്റ്റേ ചെയ്തതിൽ ഐ എം റിയലി താങ്ക്സ് ടു യു. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.